ഏറ്റുപറയാതെ രക്തത്താൽ കഴുകണമേ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിക്കാതെ, കാപട്യത്തിൽ ജീവിക്കാതെ, സ്തോത്രം, പാപത്തെ പാപമെന്ന് പറഞ്ഞ് സ്തോത്രം അതിനെ എടുത്തു കളഞ്ഞ് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ ക്രിസ്തുവിൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. മറ്റുള്ളവരോട് പിണങ്ങി ജീവിക്കുന്നവർ എന്നെ കേൾക്കുന്നു. മറ്റ് സഭകളിൽ ദൈവദാസന്മാരുടെ ഹൃദയത്തെ തകർത്തുവെന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നു. മറ്റ് സഭകളിൽ ദൈവമക്കളുമായി വഴക്കിട്ട് അവരുടെ ഹൃദയത്തെ തകർത്തിട്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? അവിടെ നിലവിളി നിന്നെ പിന്തുടരുന്നുണ്ട്, അവരെ കണ്ണുനീർ നിന്നെ പിന്തുടരുന്നുണ്ട്, അവിടെ സ്തോത്രം വേദന നിന്നെ പിന്തുടരുന്നുണ്ട്. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. ആ ഇടർച്ച വരുത്തുന്നതായ ആ കയ്യെ മുറിച്ച് കളഞ്ഞ് ലൈഫിൻ്റെ ഡെസ്റ്റിനിയിൽ എത്തിച്ചേരുന്നത് പാപം സ്തോത്രം നിന്നെ തകർക്കുമ്പോൾ, പാപം ശാപം കൊണ്ടുവരുമ്പോൾ, പാപം അനുഗ്രഹങ്ങളെ ബ്ലോക്ക് ചെയ്യുമ്പോൾ, പാപം ഉയർച്ചയെ തടയുമ്പോൾ, പാപം ശേഷം മനുഷ്യനെ പോലെ നിന്റെ കാഴ്ചപ്പാടിനെ നഷ്ടപ്പെടുത്തി ശത്രുവിൻ്റെ പാളയത്തിൽ ശിംശോന തുല്യമായി നിന്നെ സ്തോത്രം ശത്രുവിൻ്റെ പേക്കോലം ആക്കി തീർക്കുമ്പോൾ ദൈവം പറയുന്നു, നോ, പാപം നിനക്കുള്ളതല്ല. നീ സ്തോത്രം ഈ വചനപ്രകാരം ദൈവകൃപയാൽ ജീവിക്കുമ്പോൾ, വചനത്തിൽ നിന്ന് നിൽക്കുമ്പോൾ, യേശുവിൽ നിൽക്കുമ്പോൾ നിനക്കൊരു വിടുതലുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ക്ലാസ്സിലുള്ള മറ്റുള്ളവരെ പോലെ നീ ജീവിക്കല്ലേ, നാട്ടിലുള്ള മറ്റുള്ളവരെ പോലെ ജീവിക്കല്ലേ, നിൻ്റെ കുടുംബക്കാരെ പോലെ നീ സംസാരിക്കല്ലേ.